2 ദശാബ്ദത്തിന് ശേഷം കണ്ണൂരിൻ്റെ മണ്ണിൽ കാൽപന്തുരുളുമ്പോൾ അവരുടെ പ്രതീക്ഷകളേറുന്നത് ഒരു കണ്ണൂർക്കാരൻ തന്നെയാണ്. അത്താഴക്കുന്നിൽ നിന്നുള്ള മുഹമ്മദ് സിനാൻ. സിനാൻ ആദ്യ ഗോളോടുകൂടി കണ്ണൂർക്കാരെ കയ്യിലെടുത്തു. കഴിഞ്ഞ മത്സരത്തിലും ഗോളടിച്ചു. അതായത് ഗോളുകൾ ശീലമാക്കുമ്പോൾ എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതികരണം? അവർ തന്നെയാണ് എൻ്റെ ഊർജ്ജം. സ്വന്തം നാട്ടുകാർക്ക് മുമ്പിൽ ഫാമിലിക്ക് മുമ്പിൽ ഗോൾ അടിക്കുക വെച്ചാൽ എല്ലാ കളിക്കാരും പോലെ എൻ്റെ ആഗ്രഹമാണ്. അത് ഞാൻ എന്താ പറയുക, ദൈവം സഹായിച്ച് ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ തന്നെ അടിക്കുന്നു. അതെ, നാട്ടുകാരുടെ മുമ്പിൽ ഗോൾ അടിക്കുന്നു. അതുപോലെ തന്നെ മത്സരത്തിന് ഉടനീളം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്നാൽ അത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടും? തീർച്ചയായും ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ടീമിനെ അത് നല്ലൊരു റിസൾട്ടായി കാണുന്നില്ല. ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായും നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതെ, 4 ഹോം മത്സരങ്ങൾ വിജയമൊന്നുമില്ല, ഒരു വിജയത്തിലേക്കുള്ള ശ്രമമാണ്. അപ്പോൾ എന്താണ് ഇനി വ്യത്യസ്തമായി ശ്രമിക്കാൻ പോകുന്നത് ഇനിയുള്ള മത്സരങ്ങളിൽ? ടീം നല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വരുന്നതൊക്കെ ക്രൂഷ്യൽ മാച്ചസ് ആണ്. എന്ത് മസ്റ്റായിട്ട് 3 പോയിൻ്റ് ആവശ്യമാണ്. തീർച്ചയായും ഈ ഇനി ഉള്ള കളികൾ എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 2 ദശാബ്ദത്തിന് ശേഷമാണ് ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെൻറ്റ് വരുന്നത്. തീർച്ചയായും എങ്ങനെയാണ് ഈ SLK പോലുള്ളൊരു ടൂർണമെൻറ്റ് കണ്ണൂരുകാർ ഫുട്ബോൾ കാണുന്നതിനെ മാറ്റുന്നത്? അല്ലെങ്കിൽ ഈ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ. തീർച്ചയായും ഒരു വലിയ മാറ്റമാണ് കണ്ണൂരിന് കൊണ്ടുവന്നിരിക്കുന്നത്. സൂപ്പർ ലീഗ് പോലത്തെ ടൂർണമെൻറ്റ് വന്നതിന് ശേഷം ഇത്രയും ക്രൗഡ് ആദ്യമായിട്ടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. തീർച്ചയായും നല്ലൊരു വിജയം തന്നെയാണ് സൂപ്പർ ലീഗ്. ഓക്കെ, തീർച്ചയായിട്ടും സൂപ്പർ ലീഗ് കൊണ്ടുവന്ന വിജയം കണ്ണൂർ വാരിയേഴ്സിലേക്കും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.